ഒരു മതേതര സർക്കാർ അധികാരമേൽക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ദയനീയ പ്രകടനമാണ് അതില്ലാതാക്കിയത്. ബി.ജെ.പിയും കോൺഗ്രസും നേർക്കുനേർ നിൽക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ദിഗ്വിജയ് സിംഗിനെയും കമൽനാഥിനെയും പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കളുടെ തട്ടകം. ആകെയുള്ള 29 സീറ്റിൽ ഇത്തവണ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 29 സീറ്റിലും ബി.ജെ.പിയാണ് വിജയക്കൊടി നാട്ടിയത്. 10 സീറ്റെങ്കിലും കോൺഗ്രസ് മധ്യപ്രദേശിൽ നേടിയിരുന്നുവെങ്കിൽ കേന്ദ്രത്തിലെ ബി.ജെ.പി സർക്കാരിനെ താഴെയിറക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ തവണ മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചത് ഒരു സീറ്റിൽ മാത്രമായിരുന്നു. കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് വിജയിച്ച ചിന്തുവാര സീറ്റും ഇത്തവണ നഷ്ടമായി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് മറ്റൊരു സംസ്ഥാനം. ആകെയുള്ള 28 സീറ്റിൽ 18 സീറ്റ് എൻ.ഡി.എക്ക് ലഭിച്ചു. 10 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ ആകെയുള്ള 4 സീറ്റിൽ 4ഉം ബി.ജെ.പി വിജയിച്ചു. കോൺഗ്രസും ബി.ജെ.പിയും ഏറ്റുമുട്ടുന്ന ഛത്തീസ്ഗഡിൽ ആകെയുള്ള 11 സീറ്റിൽ 10 എണ്ണവും ബി.ജെ.പിക്കാണ് ലഭിച്ചത്. കോൺഗ്രസിന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രം. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും തിരിച്ചടി കോൺഗ്രസിനുണ്ടായി. ആകെയുള്ള 17 സീറ്റിൽ കോൺഗ്രസിന് ലഭിച്ചത് 8 സീറ്റ് മാത്രമാണ്. കോൺഗ്രസും ബി.ജെ.പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മറ്റൊരു സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലും ആകെയുള്ള 5 സീറ്റിൽ 5ഉം ബി.ജെ.പി പിടിച്ചെടുത്തു. 26 സീറ്റുള്ള ഗുജറാത്തിൽ കോൺഗ്രസിന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രം. കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ബീഹാറിലും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചു. ചുരുക്കത്തിൽ കോൺഗ്രസിൻ്റെ ബലഹീനതയാണ് ഇത്തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിക്ക് ഗുണകരമാവുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.